മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നോവുന്ന ഓർമ്മയാണ് ശരണ്യ ശശി എന്ന യുവനടിയുടെ വിയോഗം. സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായിരുന്നു ശരണ്യ. ശരണ്യ ഓർമ്മയായിട്ട് ഇപ്പോൾ 4 വർഷം. ട്യൂമർ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടി ഈ ലോകം വിട്ടു പോകുന്നത്. ചികിത്സയിലിരിക്കെ ശരണ്യയ്ക്ക് താങ്ങും തണലുമായി ഒപ്പമുണ്ടായിരുന്നത് നടി സീമാജി നായരായിരുന്നു. കണ്ണൂർ സ്വദേശിനിയായ ശരണ്യ 20കളുടെ തുടക്കം മുതലാണ് അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ശരണ്യയുടെ ഓരോ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണ് സീമാജി നായർ പങ്കുവച്ചിരുന്നത്. ശരണ്യയുടെ വിയോഗ വാർത്ത വരെ. സഹോദരിയുടെ സ്ഥാനമായിരുന്നു സീമ ശരണ്യയ്ക്ക് നൽകിയിരുന്നത്. ശരണ്യ പോയ ശേഷവും അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമായി സീമയുണ്ട്. തന്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച വ്യക്തിയാണ് ശരണ്യ. സഹോദരങ്ങളുടെ നല്ല ഭാവിയായിരുന്നു ശരണ്യയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ശരണ്യ ചെയ്തതിനെല്ലാം ഫലം കണ്ടിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ശരണ്യയുടെ സഹോദരി. ഈയൊരു വിശേഷം അറിയിച്ച് കഴിഞ്ഞ ദിവസം സീമാജി നായർ തന്നെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതെന്റെ പ്രിയപ്പെട്ട ശരണ്യയുടെ സഹോദരി ഷോണിമ ഒരിക്കൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടില്ല. പഠനം മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടി. ഷോണിമയുടെ സ്വപ്നമായിരുന്നു ഒരു സർക്കാർ ജോലി. അതിനായി പഠിച്ച് ധാരാളം ടെസ്റ്റുകൾ എഴുതി. അവസാനമായി അവൾ ഒരു ടെസ്റ്റ് എഴുതാൻ പോയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. അത് ആലുവയിൽ വെച്ചായിരുന്നു. 3 ദിവസങ്ങളിൽ തുടർച്ചയായി ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ അവളോട് പറഞ്ഞു, നീ കുറേ ടെസ്റ്റുകൾ എഴുതിയതല്ലേ, പക്ഷേ നമ്മളുടെ ആഗ്രഹം നേടാൻ ഒരു ടെസ്റ്റിനും കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ എഴുതുന്ന ടെസ്റ്റ് ഉറപ്പായും നീ വിജയിക്കുമെന്ന്. ശരണ്യയുടെ അദൃശ്യകരങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവളുടെ ഒരു വലിയ ഫോട്ടോ ഈ വീട്ടിൽ വച്ചിട്ടുണ്ട്. അതിന്റെ മുൻപിൽ നീ നന്നായി പ്രാർത്ഥിച്ചു പോകാൻ പറഞ്ഞു. ആ പരീക്ഷയിൽ അവൾ വിജയിച്ചു. ഈശ്വര നിശ്ചയം അതായിരുന്നു. ശരണ്യ അവളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾക്ക് വേണ്ടി എന്നെടുത്തു പറയണം. പഠിക്കാൻ മിടുക്കിയായിരുന്നു ശരണ്യ. കുടുംബത്തിന്റെ ഭാരം സ്വന്തം ചുമലിലായപ്പോൾ അവൾ അഭിനയം തിരഞ്ഞെടുത്തു. 15-ന് ഞാൻ ഷൂട്ട് കഴിഞ്ഞു വരുമ്പോൾ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നായിരുന്നു. അപൂർവമായാണ് ഞാൻ അവിടുന്ന് കയറാറുള്ളത്. അന്നത്തെ ട്രെയിനിൽ TTR ആയി എൻ്റെ ഷോണിമ ഉണ്ടായിരുന്നു. ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരി. ജോലി കിട്ടിയതിനു ശേഷം ആദ്യമായാണ് അവളെ ആ യൂണിഫോമിൽ കാണുന്നത്. ഒരുപക്ഷെ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ ശരണ്യ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേരെ ഒരുമിച്ച് കാണുമ്പോൾ എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഷോണി, നിന്റെ ചേച്ചി എപ്പോഴും നിന്റെ ഒപ്പമുണ്ട്. അവളുടെ സ്വപ്നം നിങ്ങളുടെ ഉയർച്ച മാത്രമായിരുന്നു. ഈ ഫോട്ടോ ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. എല്ലാത്തിനും പിന്തുണയുമായി ഒപ്പം നിൽക്കുന്ന ഷോണിമയുടെ ഭർത്താവിനും കുടുംബത്തിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് സീമാജി നായർ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ശരണ്യയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ അറിയുന്നതൊക്കെ സീമാജി നായർ പങ്കുവെക്കുന്ന ഇത്തരം കുറിപ്പുകളിലൂടെയാണ്. ശരണ്യയുടെ അമ്മയ്ക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചിലപ്പോൾ വിശേഷങ്ങളുമായി അമ്മയും എത്താറുണ്ട്.